അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മഹാനായ ജഅഫർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ ചൊല്ല്, ഒരു നാല് ಬೇಂಗಡಾಲು ನಂಡೆ ಬಾಯಿಲ್ ಕರವಂತು. ಅಪ್ಪ ನಂಡೆ ಪೆഞ്ഞായിലെ ಟಿಕೆಟ್ ಎಂದರುണ്ടോ ഒത്തുകൾക്ക് കൊടുക്കും. അപ്പൊ ആ പെഞ്ഞാഴ്ചത്ത് 4 മുട്ടുണ്ട്. അപ്പൊ അത് ആ ಬೇಂಗಡ ആൾക്ക് കൊടുക്കും. അത് പണ്ട് കാലത്ത് ഇങ്ങനെ പൈസ ഇതിട്ടുള്ള കൊറടി അവത്തിൽ ആരെങ്കിലും വന്നേൽ കണ്ടെങ്കിൽ കേക്കണമെങ്കിൽ അവത്തിൽ എന്തെങ്കിലും തിന്നിടെങ്കിൽ വസ്തു അത് കൊടുക്കല്. അങ്ങനെ അതൊക്കെ അണ്ടത്തെ കാലത്ത് അങ്ങനെ ജീവൻ അങ്ങനെ ആയിട്ട്. അപ്പൊ ഒരു 4 മുട്ടുണ്ട് അതിൽ കൊടുത്തിട്ടു. മഹാനായ ജഅഫർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലുക, ആ ಬೇಂಗಡ ആൾ പോയാൽ പിന്നെ നന്റെ ചങ്ങായിമാർ നക്കൊരു ഹദിയ ചെന്നെങ്കിൽ ബഹുമാനിച്ച് കൊടുക്കറേക്കായിട്ട് ഹദിയ ചൊല്ലും. അപ്പൊ ഹദിയ നക്ക് കൊടുത്ത് കിടത്തിയാറ്. എന്താ ഒരു ബുട്ടി, ആ ബുട്ടിയിൽ കുറെ മുട്ട ഉണ്ട്. അപ്പൊ ഞാൻ പെഞ്ഞായിട്ട് കേട്ടെ എത്ര മുട്ട ഉണ്ട് അതില്. അപ്പൊ അയിമച്ചെന്ത് 30 മുട്ട ഉണ്ട്. അപ്പൊ ഞാൻ ചെന്ന് ഞങ്ങൾ ಬೇಂಗಡ ആൾക്ക് 4 അല്ലേ കൊടുത്തേ. അപ്പൊ അള്ളാഹു താല 1ക്ക് 10 തന്നെ പോലെ തന്നെങ്കിൽ 40 തരണ്ടേ. അപ്പൊ ഇത് 30 അല്ലല്ലേ. അപ്പൊ ഇത് കണക്ക് ശരിയല്ലല്ലേ. ഇപ്പൊ അയിമച്ചെന്ത് 40 ಇಂತು, പക്ഷെ അതിൽ 10 മുട്ട പൊട്ടിട്ടുണ്ട്. 30 മുട്ട ശരി അത് അന്ന് കിട്ടിയത് 40, 30 മുട്ട ഇടിയുണ്ട് ശരീരത്ത്. അപ്പൊ ഈ സംഭവത്തിൽ ഉദ്ദേശിച്ചോടെ അങ്ങനെ 4 കൊടുക്കുമ്പോ അതിൽ 1 മുട്ട പൊട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സമസമായിട്ടായിട്ട് കിട്ടിയത്. അപ്പൊ 3 സമ്മിന്ന മുട്ടക്ക് 10 10 പോലെ 30, പൊട്ടിയതുക്ക് പൊട്ടിയതായ 10 എന്നുള്ളതും. അപ്പോ ഈ സദഖാന്നുള്ളത് 1ക്ക് 10 എന്നുള്ള ഒരു പ്രതിഫലം അള്ളാഹു തആല അവന്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ച് അള്ളാഹുക്ക് വേണ്ടി എന്ന് ഒരാൾ കൊടുത്തേന്ന് കണ്ടെങ്കിൽ 1ക്ക് അള്ളാഹു തആല 10 ഇരട്ടി കൊടുക്കാൻ ടിക്കില്ല. അത് കണ്ടിട്ടായിട്ടില്ല. പക്ഷെ 1ക്ക് 10 കിട്ടുക എന്നിട്ട് കൊടുത്തേം കിട്ടല. അതല്ല, അള്ളാഹുക്ക് വേണ്ടി കൊടുക്കണം. 1ക്ക് 10 കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോട് കൊടുക്കുമ്പോ അത് ഇഖ്ലാസുൽ അമലല്ല. അപ്പൊ ഇഖ്ലാസുൽ അമൽ ചെന്നെങ്കിൽ അള്ളാഹുക്ക് വേണ്ടി അള്ളാഹുടെ പ്രതിഫലം ആഗ്രഹിച്ച് കൊടുക്കണം, അള്ളാഹുക്ക് വേണ്ടി കൊടുക്കണം, അള്ളാഹു തആലയുടെ തൃപ്തി ആഗ്രഹിച്ച് കൊടുക്കണം. പ്രധാന അതായിട്ട് അത് കൊടുത്തേൻ കണ്ടെങ്കിൽ ആ കൊടുത്തതിക്ക് ബദലായി അള്ളാഹു തആല അവനക്ക് 1ക്ക് 10 പോലെ ദുനിയാവിൽ കൊടുക്കാണ്ടിരിക്കില്ല. ആഖിറത്തിലും അതിൽ കൂലിയും കിട്ടണം. അപ്പൊ കൂലിയൊക്കെ കിട്ടണമെങ്കിൽ അവിടെ പ്രധാനപ്പെട്ടതും നിയ്യത്തായിട്ടിരിക്കില്ല. എന്താ നിയ്യത്ത്? അള്ളാഹു തആല അവനക്ക് വേണ്ടി ഞാൻ കൊടുക്കല്, അള്ളാഹുക്ക് വേണ്ടി ഞാൻ സദഖ ചെയ്തേ എന്ന ആ നിയ്യത്തായിട്ടിരിക്കല് പ്രധാനം. അപ്പൊ 1ക്ക് 10 എന്നുള്ളത് വെറുതെ അല്ല, അത് സംഭവിക്കുക തന്നെ ചെയ്യും. നല്ല ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കണ്ണാരെ കൊണ്ട് കാണുകയും സാധിക്കും. അള്ളാഹു തആല സജ്ജനങ്ങളിൽ സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.